അഡിഡാസ് രൂപകൽപ്പന ചെയ്ത അൽ റഹിലയായിരുന്നു 2022 ഖത്തർ വേൾഡ് കപ്പിലെ ഫിഫയുടെ ഔദ്യോഗിക പന്തെങ്കിൽ ഇത്തവണ അഡിഡാസ് തന്നെ രൂപകൽപ്പന ചെയ്യുന്ന ഒഫീഷ്യൽ ബോൾ ട്രയോണ്ട എന്ന പേരിലാവും അറിയപ്പെടുക. ട്രൈ എന്നാൽ 3, ഓണ്ട എന്നാൽ സ്പാനിഷ് ഭാഷയിൽ വേവ്, തിരമാല അല്ലെങ്കിൽ തരംഗം എന്നുമാണ് അർത്ഥം വരുന്നത്. അതായത് ട്രയോണ്ട എന്നത് 3 തരംഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3 രാജ്യങ്ങളിലായാണല്ലോ ലോകകപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിഫ ഒഫീഷ്യൽ ബോളിന് ഈ പേര് നൽകാൻ കാരണവും. ബോളിലെ ഡിസൈനിലും വേവ് കൺസെപ്റ്റ് ഉണ്ട്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ നിറങ്ങൾ 3 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4 പാനൽ ഡിസൈൻ വേവ് പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട്. ബോളിന്റെ മധ്യത്തിൽ ത്രികോണ അടയാളം 3 രാജ്യങ്ങളുടെ ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. ബോളിനുള്ളിൽ 500 ഹെർട്സ് മോഷൻ സെൻസർ ചിപ്പാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ബോൾ എപ്പോൾ കിക്ക് ചെയ്തു, എങ്ങനെ മൂവ് ചെയ്തു തുടങ്ങിയ ഡാറ്റ റിയൽ ടൈമായി VAR സിസ്റ്റത്തിലേക്ക് അയക്കും. ഇതിലൂടെ ഓഫ് സൈഡ് ഡിസിഷൻസ് കൂടുതൽ അക്യുറേറ്റ് ആവും. ഹാൻഡ് ബോൾ ഡിറ്റക്ട് ചെയ്യാനും എളുപ്പമാകും. റഫറി ഡിസിഷൻസും വേഗത്തിലാകും. സെൻസറും ബാറ്ററിയും ഉള്ളതിനാൽ ബോൾ ചാർജ് ചെയ്യേണ്ടതുണ്ട്. ഒറ്റ ചാർജിങ്ങിൽ 6 മണിക്കൂർ വരെയാണ് ബാറ്ററി ദൈർഘ്യം. മാപ്പിൾ ലീഫ്, ഈഗിൾ, സ്റ്റാർ പോലെയുള്ള സിംബൽസും ബോളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായി 4 പാനൽ ഡിസൈൻ ഉപയോഗിച്ച ബോൾ കൂടിയാണ് ട്രയോണ്ട. അതിനാൽ ബാൾ ഫ്ലൈറ്റ് കൂടുതൽ സ്റ്റേബിൾ ആകുമെന്ന് അഡിഡാസ് പറയുന്നു. മഴയിലും ഹ്യൂമിഡ് വെതറിലും ഗ്രിപ്പ് കിട്ടാൻ എംപോസ്ഡ് ടെക്സ്ചർ ബോളിൽ ചേർത്തിട്ടുണ്ട്. ട്രയോണ്ട ടെക്നോളജി വൈസ് ഏറ്റവും അഡ്വാൻസ്ഡ് ഫുട്ബോൾ ആണെന്ന് ടെക്കി ലോകം വിലയിരുത്തുന്നു. ഫിഫ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിലായി 16ഓളം സ്റ്റേഡിയങ്ങളിലാണ് നടക്കുന്നത്. ഫൈനൽ നടക്കുന്ന USA ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം, ആദ്യ മത്സരം നടക്കുന്ന മെക്സിക്കോയിലെ എസ്റ്റേഡിയോ അസ്റ്റെക്ക, USA കാലിഫോർണിയയിലെ അൾട്രാ മോഡേൺ സോഫി സ്റ്റേഡിയം, USA ടെക്സാസിൽ സ്ഥിതി ചെയ്യുന്ന 93,000 ആളുകളെ ഉൾക്കൊള്ളുന്ന വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ AT&T, USA ജോർജിയയിലെ മെഴ്സഡീസ് ബെൻസ് സ്റ്റേഡിയം, കാനഡയിലെ ബിസി പ്ലേസ് സ്റ്റേഡിയം എന്നിവയാണ് പ്രധാന കളിസ്ഥലങ്ങൾ. ഫിഫയുടെ കണക്ക് പ്രകാരം ഈ വേൾഡ് കപ്പിൽ സ്റ്റേഡിയങ്ങളിലേക്ക് മാത്രം 6.5 മില്യൺ, അതായത് 65 ലക്ഷത്തിൽ കൂടുതൽ ആരാധകർ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇത് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അറ്റൻഡൻസ് ആയിരിക്കും. TV ആൻഡ് ഓൺലൈൻ വ്യൂവർഷിപ്പ് കാര്യത്തിൽ ഏകദേശം 5 മുതൽ 6 ബില്യൺ വരെ ഗ്ലോബൽ കാഴ്ചക്കാരെയാണ് ഫിഫ പ്രതീക്ഷിക്കുന്നത്. അതായത് ഭൂമിയിലെ പകുതിയിലധികം ആളുകൾ ഏതെങ്കിലും രീതിയിൽ വേൾഡ് കപ്പ് കാണുമെന്നാണ് ഞെട്ടിക്കുന്ന കണക്ക്.